കവാടത്തിന്റെ മൂലക്കല്ല് ഈ ആശ്രയമായിരുന്നു. ഈ ആശ്രയം എന്താണ്? ദൈവത്തിലേക്കുള്ള വളരെ ലളിതമായിട്ട് ഷിബു പറഞ്ഞു, ടേൺ മൈ വിൽ, എൻ്റെ ഇച്ഛകളെ വേറൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുക, ഒരു യു ടേൺ. നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇവിടുന്ന് എൻ്റെ പഴയ ആശയങ്ങളെല്ലാം വിട്ടുകൊണ്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മുതലാണ് നമുക്ക്, അപ്പൊ അതിനകത്താണ് മിക്ക നല്ല ആശയങ്ങൾ ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു കഴിഞ്ഞ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. ഇത് ഇംഗ്ലീഷ് ബുക്കിൽ കുറച്ചുകൂടെ ഒരു ആർച്ചിന്റെ ഇതിനെ നമ്മളിവിടെ കവാടത്തിന്റെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ വായിക്കുന്നവർക്ക് കുറച്ചുകൂടെ അതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു അർത്ഥങ്ങളാണ്. നല്ല പഞ്ചുണ്ട് ആ വാക്കുകൾക്ക്, മനസ്സിലായില്ലേ? അപ്പൊ ഒരു വിജയ കവാടത്തിന്റെ ഒരു ആർച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മൂലക്കല്ലുണ്ട്. ആ സ്റ്റോണിലാണ് അതിന്റെ നിലനിൽപ്പ്. അതിന് ആ സ്റ്റോൺ കിളകി വീണ് കഴിഞ്ഞാൽ ഈ ആർച്ച് വീണിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ എൻ്റെ ഈ തേർഡ് സ്റ്റെപ്പ് പ്രയറിൽ ഈ മാറ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ എൻ്റെ പതനം ഉറപ്പാണ്. അത് മദ്യപിക്കണമെന്ന് തന്നെയൊന്നുമില്ല. ഈ പതനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയുന്നത് മദ്യത്തിൽ മാത്രമാണെന്നില്ല, പല കാര്യങ്ങളും പതനങ്ങളുണ്ടാവും. അപ്പൊ ആത്മാർത്ഥമായി അങ്ങനെ ഞങ്ങൾ നിലനിർത്തോളം എല്ലാ തരത്തിലുള്ള ഗണനീയമായ കാര്യങ്ങളും അതിനെ പിന്തുടർന്ന് വന്നെത്തി. ഈ ഒരു ഉറച്ച മൂലക്കല്ല് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ജീവിതത്തിലേക്ക് ഞാൻ എൻ്റെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്ന് നോക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവരായി. ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന പുതിയ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന ഒരു പുതിയ ശക്തി എന്താണ്? സ്പിരിറ്റ് നിന്നും സ്പിരിച്വാലിറ്റിയിലേക്ക്. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ശക്തി എന്തായിരുന്നു? സ്പിരിറ്റ്, മദ്യം. ആ മദ്യത്തിൽ നിന്ന്, ആ പുതിയ അവിടെ നിന്ന് വന്നിട്ടൊരു പുതിയ ശക്തി, പഴയ ശക്തി നമ്മൾ പാഠോപേക്ഷിച്ചിട്ട് പുതിയ ശക്തി എന്ന് പറയുന്നത് അത് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് നാലാമത്തെ പടിയൊക്കെ ഞാൻ എങ്കിൽ ആ പുതിയ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയൊരു, കാരണം ഞാനിവിടെ ടോട്ടലി ഞാൻ സമർപ്പണം ചെയ്തിരിക്കുന്നു ഒരു ശക്തിയിലേക്ക്. ഞാൻ എൻ്റെ ആശ്രയത്വം, അതാണ് സ്പിരിറ്റ് ടു സ്പിരിച്വാലിറ്റി. ആശ്രയത്വം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മദ്യത്തിൽ മാത്രം സുഖത്തിനും സന്തോഷത്തിനും കോപത്തിനും വിദ്വേഷത്തിനും പെണ്ണുപിടിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന മദ്യത്തിനെ മാറ്റിവെച്ചിട്ട് അതിനെ ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ട് ഒരു പുതിയൊരു ശക്തിയിലെ ഞാൻ അറിഞ്ഞു. ഈ മൂന്നാമത്തെ പടി മനസ്സമാധാനം ഞങ്ങൾ ആസ്വദിച്ചപ്പോൾ, ജീവിതത്തെ വിജയകരമായി നേരിടാമെന്ന് ബോധവാന്മാരായി തീർന്നപ്പോൾ, ഇതിനെക്കുറിച്ചും നാളെയെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുമുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. ഈ ഭാഗം ഷിബു നന്നായിട്ട് വ്യാഖ്യാനിച്ചതാണ്. അപ്പൊ ഇവിടെ എനിക്കൊരു പുനർജന്മം ഉണ്ടായിരിക്കുന്നു.